ഓക്കെ ഗീസ്, ഞാൻ ഇന്ന് കളിക്കാൻ പോവാണ് കാർ ഫോർ സെയിൽ കാർ ഡീലർഷിപ്പ് സിമുലേറ്റർ. ഇന്ന് പിന്നെ ഞാൻ എന്താ പറയുക, കമ്പ്യൂട്ടറിലൊന്നുമല്ല കളിക്കണത്. ഞാൻ ഇപ്പോൾ ടാബിലോ അല്ലെങ്കിൽ മൊബൈലിലും ആണ്. ടാബാണ് ഞാൻ യൂസ് ചെയ്യണത്, മൊബൈലിലും കളിക്കുക. ഈ ഒരു ഗെയിം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. ഇത് കമ്പ്യൂട്ടറിലാണ് സാധാരണ എല്ലാവരും കളിക്കണത്. ഞാനിത് കളിക്കണത് പ്ലേ സ്റ്റോറിൽ കിട്ടും. ആപ്പ് സ്റ്റോറിൽ കിട്ടുമോ എനിക്കറിയില്ല. നമുക്ക് ഈ കടക്ക് പേരിടാം. ഞാൻ എന്തിടും? മെസ്സി കളക്ഷൻ ഷോറൂം എന്നിട്ടല്ല, നമുക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ. മെസ്സി കളക്ഷൻ എന്നിട്ട് കൊടുത്തുകൊണ്ട് ഞാൻ മെസ്സി ഫാനാണ്, അത് വേറെ കാര്യം. നമുക്കപ്പോൾ ബസ് സ്റ്റോപ്പിൽ പോവാം. ഓ, ഇതെന്താണ് ഓർമ്മ? ഇത് വെക്കിയപ്പോഴത്തേക്ക് പറന്നോ? ഓക്കെ, ഇതെന്താ? നമ്മ ബസ്സാണ് വയ്ക്കാൻ പോണോ അതോ കാറാണോ? ആകോട്ടാ, എനിക്കറിയില്ല. ഇതെന്ത് നമ്മ നെയ്ബറിൻ്റെ അടുത്തൊക്കെ വന്ന് വണ്ടി വാങ്ങിക്കാൻ പോകണം. ഓക്കെ, എന്തുട്ടാണ്ടൊക്കെ പറയണത്. നമുക്ക് അങ്ങനെ കണ്ടിന്യൂ എന്നൊക്കെ നെക്കി കൊടുക്കാം. ഇതെന്താ ടച്ച് വർക്കാവണല്ലേ? ആകോട്ടാ, എനിക്കറിയില്ല. കുറേ കാലമായി ഞാൻ ടാബ് വാങ്ങിച്ചിട്ട്. എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങി കഴിഞ്ഞിട്ടാണ് എൻ്റെ ടാബ് കിട്ടിയിരിക്കണത്, അത് ഉറപ്പാണ്. ഓ, ഇതെന്തൊട്ട് കളിച്ച് തീർന്നില്ല. അപ്പോൾ ആ റേറ്റിങ്സ് ഒക്കെ വന്നാ ഇത് നമുക്ക് ടോൾ വഴി വിടാം. ഇതെങ്ങനെ വിടണത്? ടാപ്പ് ടു ഇൻട്രാക്ട്. ശരി, അതിനും കൂടി 350 രൂപ കൊടുത്തു. ഇങ്ങനെയൊക്കെ സെറ്റപ്പ് ഉണ്ടോ? ശരി, ഇങ്ങനെയൊക്കെ വണ്ടി വയ്ക്കാൻ പറ്റുമോ? അങ്ങനെ ഈ റിയൽ ലൈഫിൽ ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല. ഈ വണ്ടിയും കൂടി നോക്കാം. ഇതെന്ത്, 2 വണ്ടി വാങ്ങാനുള്ള കാശൊക്കെ ഉണ്ടാ? ഓക്കെ, ഇയാളെ നല്ല റേറ്റിങ്സ് ഒക്കെ ഉണ്ട്. അത്യാവശ്യത്തിന് റേറ്റൊക്കെ ഉണ്ട്. നമുക്ക് വില കുറച്ച് വാങ്ങാം. ഓക്കെ, മര്യാദക്ക് താടാ. എനിക്ക് മര്യാദക്ക് തന്നോളാം, ഇല്ലെങ്കിൽ ഞാൻ അടിച്ചു പുറത്താക്കും ഞാൻ. അല്ല. ഓക്കെ, നമുക്ക് ഈ വണ്ടി എന്ത് ചെയ്യാം? ടാപ്പ് ചെയ്യണ്ടാവും. വണ്ടി എടുത്തോണ്ട് പോകണോ? ഓഫ്, വണ്ടിക്ക് എന്തെങ്കിലും ഡാമേജ് ആയാൽ പിന്നെ വിൽക്കാൻ പറ്റുമോ? അതെനിക്കറിയില്ല. ചേട്ടാ, വണ്ടി ഇടിക്കരുത്. ഇടിച്ചോ? എടാ മോന്, സ്ക്രാച്ചായ പിന്നെ ആരും വണ്ടി വാങ്ങിക്കൂല. എടാ, ഈ റോട്ടിലുള്ളവർക്കൊന്നും ബുദ്ധിയില്ല. വണ്ടി അങ്ങോട്ട് ഓടിച്ചോണ്ടു. ഈ നഷ്ടം നമുക്കാണ്. ഓ, ഈ വണ്ടിക്ക് നല്ല സ്പീഡാണല്ല, പക്ഷെ അധികം പിക്കപ്പ് ഒന്നും കിട്ടല്ല. എനിക്ക് കൺട്രോള് കിട്ടല്ല. ഞാൻ പറഞ്ഞായിരുന്നു അധികം കൺട്രോൾ കിട്ടൂല. എന്ത് പോക്കെ ഇപ്പൊ പോയത്? ഇതെന്താ റിവേഴ്സ് ആവാത്തത്? റിവേഴ്സ് എന്താണിത്? ഓക്കെ, നമുക്ക് ഇപ്പത്തോടെ വണ്ടി തിരിക്കാം. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു വണ്ടി എടുക്കാം. നമുക്ക് അതായത് പുതിയ വണ്ടി വാങ്ങിച്ചിട്ട് ടോളിലേക്ക് കയറ്റി വിടുമ്പോൾ തിരിച്ചു വരുമ്പോൾ ബസ് കയറുമ്പോൾ അപ്പോൾ നമ്മുടെ കാശൊക്കെ കുറയും. കാശ് കുറയുമ്പോൾ അപ്പോൾ നമുക്ക് അധികം ഇതും കിട്ടൂല, പ്രോഫിറ്റ് ഒന്നും. അതുകൊണ്ട് നമുക്കൊരു കാർ വാങ്ങാം. നമുക്ക് ഇത്തിരി അധികം ആക്കിയാലോ? അത് വേണോ? ആൾക്കാർ വാങ്ങിക്കണം. ഗൈസ്, എന്താണ് ഗൈസ്, നിങ്ങൾ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യട്ടോ. ലൈക്കും ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. നമുക്കില്ലേ എങ്ങനെയെങ്കിലും 100K അടിക്കാം. എന്നിട്ട് വേണം ഒരു പൊളി പൊളിക്കാൻ. 100K അടിക്കാനായിട്ട് കുറച്ച് സമയമൊക്കെ എടുക്കും. അതിപ്പോഴൊന്നും ആവില്ല. 675 സബ്സ്ക്രൈബ് ആകാനായിട്ടുണ്ടാവും.
ഞാൻ ഇന്നലെ രാത്രി ലൈവ് അപ്ഡേറ്റ് നോക്കി എന്തുട്ടാ ഇതിൻ്റെ എന്താ കാവൊരു ആ കാവ്യ വിഷയം എന്തുട്ടാ സബ്സ്ക്രൈബേഴ്സിൻ്റെ അത് ഞാൻ നോക്കിയായിരുന്നു. ഓക്കെ, ഇയാളെന്തുട്ടാ ഈ പറയണത്? എന്തെങ്കിലും ആവട്ടെ, ബൗദ്ധേനി ചെയ്യാൻ പറ്റില്ലേ? ഓക്കെ, അത് എത്ര രൂപയാണെങ്കിലും ശരി നിങ്ങൾ വണ്ടി വാങ്ങിച്ചോണ്ട് പൊക്കോളണം, കേട്ടല്ലോ? ആഹാ, ഇതാരാണ്? ഭാര്യയും ഭർത്താവാണോ? രണ്ടുപേരാണ് വണ്ടി വാങ്ങിക്കാൻ പറഞ്ഞേക്കുന്നത്. ഈ പെണ്ണിന് അത് ശരി, രണ്ടുപേരും വേറെ വേറെ ആൾക്കാരാണ്. നമുക്ക് ഈ പെണ്ണിന് വണ്ടി കൊടുക്കാം. മറ്റേ ആളെ കണ്ടിട്ട് നല്ല റിച്ച് ആയ പോലെ തോന്നും. ഇവർക്ക് നമുക്ക് വണ്ടി കൊടുക്കാം, അവർക്ക് എവിടെ നിന്നായാലും വണ്ടി വാങ്ങിക്കാമല്ലോ. ഓഹ്, ഗുഡ് ഡീൽ. ഓക്കെ, നമ്മ രണ്ടാമത്തെ ലെവല് കഴിഞ്ഞു. ലെവലപ്പ്. രണ്ടാമത്തെ ലെവലല്ലേ? ഇനി അടുത്ത വണ്ടി വാങ്ങിക്കാനായിട്ട് ആ ബസ് കയറി പോകണം. എൻ്റെ അമ്മോ, ഇതിനകത്താണ് ഈ മാപ്പ് ഇട്ട് പോകാൻ പറ്റില്ല. മാപ്പ് എടുക്കുമ്പോൾ നമ്മൾ സ്ഥലം ഇട്ട് കൊടുക്കാം, പിന്നെ കാശും കൊടുത്ത് അവിടെ ടെലിപ്പോർട്ട് ആവും നമ്മ. അതാണ് ഈ ഗെയിമിൻ്റെ പ്രത്യേകത. ഓക്കെ, ഇവിടെ എന്തുട്ടാ കുറേയൊക്കെ സൂപ്പർ കാർസാണല്ലോ. ഓക്കെ, നമുക്ക് ഇവിടെ നോക്കാം. ഇതെന്താ? ഇതേതാ കാറ്? ഇത് എൻ്റെ മോനെ, ഈ കാർ എന്തായാലും 100 പേരെങ്കിലും വരും ഇത് വാങ്ങാനായിട്ട്. ലെവൽ 6 ആവാണ്ട് സ്പോർട്സ് കാർ വാങ്ങാൻ പറ്റൂലോ. എൻ്റെ അമ്മോ, മഞ്ഞന്മാരൊക്കെ ഒന്ന് വേഗം ഒന്ന് വണ്ടി വാങ്ങണം. കുറേ ഒന്നും വണ്ടി കൊള്ളൂല. ഈ വണ്ടി കൊള്ളാല, ഇത് വേണ്ട. ഇത് കൊള്ളാം, ഇത് ടൊയോട്ട ക്യാമറി. എടാ, ഈ വണ്ടിക്ക് എത്ര റേറ്റ് ഒക്കെ വന്നത്? ഈ വണ്ടിക്കാണെങ്കിൽ നിറച്ച് ഡാമേജാന്നൊക്കെയാ പറയണത്. ഇത് ഇത്തിരി ഇതാണ്. ഇതാ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിപ്പോൾ ടാപ്പ് കണ്ടിന്യൂ വെക്കാം. ഓക്കെ, എൻ്റെ മുന്നേ ഇത്ര വിലയാണോ? പാവം, നമുക്ക് വാങ്ങിച്ചേക്കാം. ഞാൻ കണ്ണുകൂടെ ഇയാൾക്ക്, അപ്പോൾ നമുക്ക് വാങ്ങിയേക്കാം. ഓക്കെ, ഇതെന്താ ബട്ടൺ വർക്ക് ചെയ്യാനുള്ളല്ലോ? പക്ഷെ എൻ്റെ പൊന്നെ, ഒരു ബട്ടൺ നിൽക്കി വേറെ വല്ലയിടത്തും പോകും. എൻ്റെ അമ്മോ, ടാബ് വാങ്ങിച്ചിട്ട് അധികം കൊല്ലമായിട്ടില്ല. ഓക്കെ, ഈ വണ്ടി നമുക്ക് ഓടിച്ചോണ്ട് പോകാം. എനിക്ക് ടോൾ ചെയ്യാനുള്ള കാശ് ഉണ്ടാവില്ല മിക്കവാറും. ടോൾ വെക്കി നോക്കട്ടെ ഞാൻ. ഉള്ള ടച്ചും കൂടി പോയി. ഓക്കെ, 400 രൂപയെ വേണ്ട. കാർ റിപ്പയറും ചെയ്യണ്ട, നമുക്ക് വണ്ടി ഓടിച്ച് പോവാം, അതായിരിക്കും നല്ലത്. ഇതിനകത്തുള്ള വണ്ടികളൊന്നും ഇടിച്ചാൽ ഡാമേജ് ഒന്നും ആവില്ല, പക്ഷേ അധികമായിട്ട് ഇടിച്ചാൽ ഡാമേജ് ആവും. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇടിച്ചുകൊണ്ടിരുന്ന ഈ വണ്ടിക്ക് ഭയങ്കര സ്പീഡാണ്ടാ. ഓക്കെ, ഇവിടെ ഞാൻ വണ്ടി കയറ്റിയിട്ടുണ്ട്. എൻ്റെ അമ്മേ, ഇതൊക്കെ ഭാഗത്ത്. ഓക്കെ, നമുക്ക് റിവേഴ്സ് എടുത്ത് പാർക്ക് ചെയ്യാം. ഇതിനകത്ത് ആംഗിളൊന്നും നോക്കാൻ പറ്റില്ല, അതാണ് പ്രശ്നം. നമുക്ക് സെയിൽ ചെയ്യാൻ വെച്ചേക്കാം. എൻ്റെ കയ്യിൽ അധികം കാശൊന്നുമില്ല. എൻ്റെ അമ്മോ, എൻ്റെ കയ്യിൽ അധികം കാശില്ല. അപ്പോൾ നമുക്ക് വില കൂട്ടി വെച്ചാലാ. നമുക്ക് 81% വയ്ക്കാം, അതായിരിക്കും നല്ലത്. നമുക്ക് എന്നാൽ കൂട്ടിയിട്ടാലോ? നമുക്കെന്നാൽ ഇത്തിരി കുറയ്ക്കാം. അത് വേണോ? ഞാൻ 88% ആക്കിയിട്ടുണ്ട്. അത് വേറെ കാര്യം. നമുക്കിനി ആൾക്കാർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. നമുക്കൊരു വണ്ടിയും കൂടി വാങ്ങിയാലോ? അതായിരിക്കും നല്ല. കസ്റ്റമർ വന്ന്. നമുക്കൊന്ന് ക്ലെയിം ചെയ്ത് ഇടട്ടെ. ഓക്കെ, ഇവിടെ നമുക്ക് കമ്പ്യൂട്ടർ യൂസ് ചെയ്യാൻ പറ്റുമോ? ഡീലർഷിപ്പ് അപ്ഗ്രേഡ് ചെയ്യാം, എങ്കിലേ കിട്ടുള്ളൂ. നമുക്കൊരു കാര്യം ചെയ്യാം, അങ്ങോട്ടേക്ക് പോവാം. എന്താ വേണ്ടത്? ഇന്നത് മൈക്കില്ല, അപ്പോൾ സംസാരിക്കാൻ പറ്റില്ല. സാറേ, ഇതിൻ്റെ ഡിക്കിയും ബോണറ്റൊക്കെ പകുതിയോളം ഡാമേജാണ്. അതുകൊണ്ട് നിങ്ങൾ വാങ്ങിക്കുമോ? എന്ത് പറയാൻ, ഈ വണ്ടിക്ക് ഭയങ്കര ഡാമേജാണ്.
5% ഡേർട്ടി ആയി കിടക്കുക. സോ 40% ഡാമേജും. എന്ത് ചെയ്യും സർ? മര്യാദക്ക് വണ്ടി എടുത്തോണ്ട് പൊക്കോളണം. കുറയ്ക്കാനൊന്നും പറ്റൂല. അല്ല, ഞങ്ങൾക്ക് കുറയ്ക്കാനൊന്നും പറ്റില്ല. അങ്ങനത്തെ ടീംസൊന്നും അല്ല ഞങ്ങൾ. ആഹാ, ഞാൻ ഇല്ല നല്ല ഡീൽ കൊടുത്തോണ്ട്. ഓക്കെ, നമുക്കിനി ബസ് സ്റ്റോപ്പിൽ പോവാം. എന്നിട്ട് നമുക്ക് ബസ് സ്റ്റോപ്പ് വേണോ? നടന്നു പോയാലാ? കാശും. നമുക്കപ്പോൾ ലൊക്കേഷൻ ഇട്ട് പോവാം. ഓക്കെ, നമ്മൾ എവിടേക്ക് ഇടും ലൊക്കേഷൻ? കാർ മാർക്കറ്റ് വേണോ അതോ ബ്രാൻഡഡ് കാർ മാർക്കറ്റ് വേണോ? എനിക്കറിയില്ല ഏത് ലൊക്കേഷൻ ഇട്ടും. നമുക്ക് നെയ്ബർഹുഡ് ഇടാം. അപ്പോൾ കുറേ കാർസൊക്കെ ഉണ്ടാവും നെയ്ബർഹുഡിൽ. നമ്മുടെ ഈ ഗെയിമിൽ 3ാമത്തെ ലെവലെങ്ങാണ്ട് കഴിഞ്ഞിട്ടാണ് SCVസും സൂപ്പർ കാർസൊക്കെ എടുക്കാൻ പറ്റണേ. അപ്പോൾ നമുക്ക് നെയ്ബർഹുഡിൽ കുറച്ച് വില്ലേജേഴ്സൊക്കെ യൂസ് ചെയ്യണ കാർസൊക്കെയാണ്. അപ്പോൾ അതൊക്കെ വാങ്ങിക്കാം നമുക്ക്. അതൊക്കെ ചിലപ്പോൾ വിലക്കുറവിനൊക്കെ കിട്ടും. ഇത് വാങ്ങിച്ചാലാ? ഇതിന് അത്യാവശ്യം സ്പീഡ് ഉണ്ടെന്ന് വിചാരിക്കണം. ഉണ്ടായാൽ മതി. ഓക്കെ, ഇതെന്താ വണ്ടി? M6 സ്പോർട്സ് കാറാണ് അത്. ഓക്കെ, നമുക്കിത് ആഡ് കണ്ട് ഇൻസ്പെക്ഷൻ അത് ചെയ്യാൻ പറ്റുമോ? ഇൻസ്പെക്ട് അത് പറ്റൂല എന്ന് തോന്നുന്നു. ഓ, ആഡ് ഇല്ല ഇതിനകത്ത്. നമുക്കത് കാലം വാങ്ങിക്കുക. അതേ ഉള്ളു ആകെ വഴി. എന്ത് ചെയ്യും? ഓ, 4134 രൂപയുള്ളോ? രൂപയല്ല, $. അത്ര ഉള്ളെങ്കിൽ ഇത് ഞാൻ വാങ്ങിച്ച്. ഇതിനൊക്കെ അത്രയും വില വന്നുള്ളൂ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. റിപ്പയർ ഷോപ്പിലേക്ക് വിടാൻ പറ്റില്ല. ടോയ് ചെയ്യണമെങ്കിൽ 400 കൊടുക്കാം. നമുക്കൊരു കാര്യം ചെയ്യാം, വണ്ടി എടുത്തോണ്ട് പോവാം. അതായിരിക്കും നല്ലത്. അതാവുമ്പോൾ നമുക്കപ്പോൾ ഇത് ടോൾ ചെയ്ത് വിടാം. എന്തെങ്കിലും ആവട്ടെ, കാശ് പോട്ടെ. നമുക്ക് ബെസ്റ്റ്. ഓ, നമുക്ക് ഈ വണ്ടി വാങ്ങിക്കാൻ വിട്ടുപോയി ഞാൻ. ഓക്കെ, ഞാൻ ഇൻസ്പെക്ഷൻ വേണ്ട നമുക്ക് തൽക്കാലം. ഇതിന് നല്ല വിലയാണല്ലോ. നല്ല വില പറയാൻ പറ്റില്ല. അതങ്ങനെ പർച്ചേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ വണ്ടി എടുത്തുകൊണ്ട് പോവാം. നമ്മുടെ കാറെല്ലാം വിറ്റ് പോകണം. ഇത് നമുക്ക് ഈ വിൻറ്റേജ് കാറും മസിൽ കാറും വാങ്ങിക്കാം. ഞാൻ ഇതവിടെ ഇവിടെ നമുക്ക് വണ്ടി എടുത്തോണ്ട് പോകണോ? വേണ്ട. നമ്മൾ എടുത്തോണ്ട് പോയാൽ പിന്നെ വണ്ടിക്ക് മൊത്തം ഡാമേജ് ആവും. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ ബസ് സ്റ്റോപ്പിൽ കയറി ഷോറൂമിലേക്ക് പോവാം. ഇനി വേണ്ട, നടന്നു പോവാം. നമുക്ക് നടന്നു തന്നെ പോവാം. എവിടെയെങ്കിലും ചെന്ന് എത്തും. അവിടെ നിന്ന് നമുക്ക് എങ്ങനെയെങ്കിലും പോവാം. മാപ്പൊക്കെ ഇട്ട് നമുക്ക് ഈ ടെലിപ്പോർട്ടൊക്കെ ചെയ്യാൻ പറ്റും. അത് വേറെ കാര്യം. നമുക്ക് ഇവരുടെ വണ്ടി അടിച്ചു വരാൻ പറ്റുമോ? ഇല്ല, ഡ്രൈവറില്ല. ഈ കാർ ഡീലർഷിപ്പിൽ വണ്ടി എടുത്തുകൊണ്ട് പോകാൻ പറ്റേയില്ല. അതെന്താണെന്നാവോ? നമുക്കപ്പോൾ ഈ വണ്ടി നോക്കിയാലോ? സെറ്റ് വണ്ടിയാണ്. നമുക്ക് സ്പോർട്സ് കാർ ഇപ്പം കിട്ടൂല. നമുക്ക് തൽക്കാലം കാശ് കൊടുത്ത് ഡീലർഷിപ്പിലേക്ക് പോവാം. ഓക്കെ, 60 രൂപ കൊടുത്ത് ടെലിപ്പോർട്ട് ആവാം നമുക്ക്. ഓക്കെ, ഡീലർഷിപ്പിലോട്ട് പോകുമ്പോൾ ഇത്തിരി ദൂരം ഉണ്ടാവും. ഓക്കെ, നമ്മളിങ്ങനെ അവിടെ എത്തിക്കേണ്ട. രണ്ടും കൃത്യമായിട്ട് പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ കാര്യം. ഇത് മാസ്ഡ M6 സ്പോർട്സ് ഉണ്ടാവും. നമുക്ക് ഇത് സെയിൽ ചെയ്യാനിടാം. അതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ പിന്നെ എന്താ പറയുക, എന്തിട്ടറിയാ, ആരും വാങ്ങിക്കൂല. നമുക്കധികം പ്രോഫിറ്റും കിട്ടൂല. പ്രോഫിറ്റ് കിട്ടിയാലേ നമുക്ക് പുതിയ വണ്ടികളൊക്കെ വാങ്ങിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, നമുക്ക് ഹൈ ആയിട്ട് ഇട്ട് കൊടുത്താലാ? നമുക്ക് ഇട്ട് കൊടുക്കാൻ നോക്കാം. നമുക്ക് ഫുള്ള് ഇട്ട് നോക്കിയാ ഇത്രയൊക്കെ ഇട്ട് കൊടുക്കുക. 25% ചാൻസ് ഉള്ളൂ. മറ്റേ വണ്ടി ഞാൻ സെയിൽ ചെയ്തുകൊണ്ട് ഇത് നമുക്ക് ഇതിൻ്റെ ബോണറ്റൊക്കെ എന്താണ്ടൊക്കെ ചതനൊക്കെ ഇരിപ്പുണ്ട്. നമുക്ക് ഹൈ പ്രൈസ് ഇട്ട് കൊടുക്കാല. ഓക്കെ, നമുക്ക് ഇട്ട് കൊടുക്കാം.
പട്ടനാണെങ്കിൽ എൻ്റെ മിക്കവാറും എനിക്ക് മൊബൈൽ മാറ്റേണ്ടി വരും. മൊബൈലില്ല, ടാബ് മാറ്റേണ്ടി വരും. കാരണം ടച്ചൊന്നും ഇപ്പോൾ അധികം ആക്കി അറിയില്ല. ഇയാൾ കുറ്റം വന്നു കേട്ടോ. ഈ വണ്ടി ഇഷ്ടമാണ് ഇയാൾക്ക്. ഓക്കെ ഓക്കെ അത് പറ്റൂല. മര്യാദക്ക് ഇത് നമ്മുടെ ഇഷ്ടത്തിനല്ലേ വണ്ടി പോയതപ്പോ. അത് ശരി. ഓക്കെ 6016 ഇയാൾ ഉദ്ദേശിച്ചു. നമുക്ക് 6016 ഇട്ട് കൊടുക്കാം. ഓക്കെ നമുക്ക് എല്ലാം ക്ലെയിം ചെയ്ത് ഇടാം. ഓക്കെ ഇനി നമുക്ക് എന്താ ചെയ്യണ്ടേ? നമുക്കിവിടെ 4 വണ്ടികൾ വെക്കാനുള്ള സ്പേസ് കിട്ടി. ഓക്കെ നമുക്കിത് അടച്ചിട്ടിട്ട് പോവാം. ഇതിലേക്ക് ആൾക്കാർ വരും. ഓക്കെ നമുക്ക് പോവാം. ഇവിടെ നേരെ കാണിക്കണം അങ്ങോട്ടേക്ക്. ഇങ്ങനെ തുറന്നു വെച്ചിട്ട് കള്ളന്മാരും എടുത്തോണ്ട് പോവാൻ. ഇവിടുന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് പോവും. ഗ്രാൻഡ് കാർ മാർക്കറ്റിലോട്ട് പോയാല. നമുക്ക് കാർ മാർക്കറ്റിലേക്ക് പോവാം. അതായിരിക്കും നല്ലത്. ഓക്കെ ട്രാവലിംഗ് ടു കാർ മാർക്കറ്റ്. ഓക്കെ കാർ മാർക്കറ്റിൽ അങ്ങനെ നമ്മൾ ഫൈനൽ എത്തിയിരിക്കണ്ട. ഈ വണ്ടി കൊള്ളാല. ടൊയോട്ട ക്യാമറയാന്ന് വിചാരിക്കുന്നു. ഓക്കെ നമുക്കിത് വാങ്ങിക്കാം. ഇവർക്ക് മാത്രമേ ഇവരുടെ ഇഷ്ടത്തിന് വണ്ടി ഇടാൻ പറ്റുള്ളൂ. നമുക്കില്ലേ ഒന്ന് കുറച്ച് നേരം ചോദിക്കാൻ പറ്റില്ല. ഇയാൾക്ക് കണ്ടുകൊണ്ടുകൂടാ. അപ്പൊ നമുക്ക് ഈ വണ്ടി വാങ്ങിക്കാം. ഓക്കെ എൻ്റെ അമ്മ എക്സ്ക്യൂസ് മീ, എനിക്ക് കാശില്ല. സോറി, കാശുണ്ടായിരുന്നു ഞാൻ വാങ്ങിച്ചേനെ. ഇന്നത്തെ ആഡ് സപ്പോർട്ടും അല്ല. സോറി ചേട്ടാ, ഞാൻ അടുത്ത പ്രാവശ്യം വരാം. ഓക്കെ നമുക്ക് അങ്ങനെ ആ വണ്ടി വാങ്ങിക്കാൻ പറ്റിയില്ല. ഓക്കെ ലെറ്റ്സ് ഡ്രൈവ്. ഓക്കെ നമുക്ക് റിപ്പയർ ഷോപ്പിലോട്ട് വിട്ടാലോ? ലെവൽ 3 ആവാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. ലെറ്റ്സ് ഡ്രൈവ്. ഓക്കെ വണ്ടി ഒരു 400 രൂപ ഉണ്ടായിരുന്നെങ്കിൽ 400 രൂപ ഉണ്ടെങ്കിൽ പിന്നെ 400 രൂപ ടോൾ കാശ് കൊടുത്ത് അങ്ങനെ പോയിട്ട്. എൻ്റെ അമ്മോ സ്പീഡാണേ. നൈസായിട്ട് പണി പാളി. ഞാനിപ്പോൾ ഇവിടെ ഡീലർഷിപ്പിൽ കൊണ്ടേ വണ്ടി ഇടിച്ച് ഫ്രണ്ട് ബമ്പർ പോയി. വണ്ടിക്ക് അത്യാവശ്യം ഡാമേജ് ഒക്കെ ഉണ്ട്. പക്ഷെ ബമ്പർ നോക്കിയിട്ട് അങ്ങനെ ഡാമേജ് ഒന്നും കാണാനില്ല. വണ്ടി വാങ്ങിക്കുമ്പോഴാണ് കാണുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം, ടോള് വിടണ്ട. നമുക്ക് വണ്ടി പിടിച്ച് തന്നെ പോവാം. നമ്മുടെ കാശില്ല. ഓക്കെ വണ്ടിക്ക് ഭയങ്കര സ്പീഡാണല്ലോ. എൻ്റെ അമ്മോ വണ്ടിയൊക്കെ തിരിക്കട്ടെ. ഇല്ലെങ്കിൽ പിന്നെ വണ്ടി കൊണ്ട് എവിടെയെങ്കിലും ഇടിക്കും. ഓക്കെ നമുക്ക് വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം. എവിടെയെങ്കിലും വണ്ടി കൊണ്ട് പാർക്ക് ചെയ്യാം. നമ്മ ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്തേക്കണേ. ഞാൻ എവിടെ കൊണ്ട് പാർക്ക് ചെയ്തേക്കണം. ഓക്കെ നമുക്ക് വണ്ടിക്ക് ഹൈ പ്രൈസ് ഇട്ട് കൊടുത്താലോ? ഹൈ പ്രൈസ് ഇടാം നമുക്ക്. അപ്പോൾ നമുക്ക് നല്ല ഇത് കിട്ടും, പ്രോഫിറ്റ് കിട്ടും. ഓക്കെ നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ട് ഈ വണ്ടിക്ക് അത്യാവശ്യം അഴുക്കൊക്കെ ആയിട്ടുണ്ട്. ഓക്കെ നമുക്ക് വണ്ടി സെയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഷോറൂം തുറക്കാം. ഓക്കെ ഇനി ആരെങ്കിലും വരുന്നുണ്ടോ? ഓക്കെ ആരെങ്കിലും വന്നാൽ മതി. ആരെങ്കിലും ഉണ്ടോ? വരുന്നുണ്ട്. സോ എന്തോ വേണ്ടത്? സാറേ വണ്ടി ഇപ്പം ഇല്ല, വേറെ ആരെങ്കിലും വാങ്ങിക്കും. ഈ വണ്ടി വേണോ? എന്നാൽ വണ്ടി എടുത്തോ. വേഗം വണ്ടി എടുത്തോണ്ട് പോന്നേ. ഇവൻ നമുക്കാണെങ്കിൽ അവരുടെ ഇഷ്ടത്തിനാണ് എല്ലാം ഇത് ചെയ്യേണ്ടത്, വിൽക്കേണ്ടത്. നമ്മുടെ ഇഷ്ടത്തിനല്ല. ഇവിടുത്തെ ഇതാണ് എന്തുട്ടാ
എന്തുട്ടാ എവിടുത്തെ റൂളാണത്? ഞാൻ ഇത് തൽക്കാലത്തേക്ക് അടച്ചിട്ടുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ വണ്ടിയൊക്കെ പോയി വാങ്ങിക്കാം, അതായിരിക്കും നല്ലത്. ഓക്കെ, അയ്യോ ഞാൻ ഇങ്ങോട്ട് പോണത് ബസ് സ്റ്റാൻഡിലോട്ട് പകരം വേറെ ഉള്ളോടത്ത് പോകണം. ഓക്കെ, നമ്മിത് എങ്ങോട്ടേക്കാണ് പോകേണ്ടത്? നമുക്ക് എവിടെയെങ്കിലും പോകാൻ. ഞാൻ പല സ്ഥലത്തും ഞാൻ കുത്തുണ്ട്. നെയ്ബർഹുഡ് വേണോ, എന്ത് വേണം? നമുക്ക് തൽക്കാലം കാർ മാർക്കറ്റ് എടുക്കാം. ഓക്കെ, ഇതിനകത്താണെങ്കിലേ എനിക്ക് ആഡ് കാണാൻ പറ്റില്ല, എന്താണാവോ? ഞാൻ ഇപ്പൊ കറണ്ട് ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം മസിൽ കാറൊക്കെ ഉണ്ട്. ഓക്കെ, ഇത് കൊള്ളാലോ വണ്ടി, ഈ SUV കൊള്ളാം. അല്ല ഇതിൻ്റെ ഓണർ എവിടെ? ആ സാറേ, എനിക്കൊന്ന് വണ്ടി വേണം. ഈ ലെവൽ 4 ആവാണ്ട് എനിക്ക് SUV എടുക്കാൻ പറ്റില്ല. ഓക്കെ, ഈ വണ്ടി നോക്കാം. സാറേ, എനിക്കൊന്ന് വണ്ടി വേണം. നമുക്ക് ഇതെന്താണ്? നമ്മ വണ്ടി വെക്കുമ്പോൾ അവരുടെ ഇഷ്ടത്തിന് വിൽക്കും. വണ്ടി വാങ്ങിക്കുമ്പോഴാ നമ്മ വേണ റേറ്റിന് കിട്ടൂല. നല്ല പാടില്ല. നമുക്ക് ടോൾ ചെയ്ത് വിട്ടാലോ? വേണ്ട, വണ്ടി എടുത്തോണ്ട് പോവാ. ഇല്ലെങ്കിൽ പിന്നെ കാശ് മൊത്തം പോവും. എൻ്റെ അമ്മോ, കുറേയൊക്കെ സ്ഥലത്ത് ഡാമേജായി. ഈ വണ്ടിക്ക് ഭയങ്കര സ്പീഡാണ്ടോ. നമുക്ക് റീസെറ്റ് ചെയ്യാൻ പറ്റൂല, പ്ലേ പോസ് ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ അമ്മ എപ്പോൾ ഡീലർഷിപ്പിലേക്ക് എത്തിയേനെ? ഒരു സെക്കൻഡ് വേണ്ട ഡീലർഷിപ്പിലേക്ക് എത്താൻ. ഓക്കെ, നമുക്ക് ഇതിൻ്റെ സ്പീഡ് നോക്കാം. വണ്ടിക്ക് ഭയങ്കര സ്പീഡാണ്. പെടച്ചു പോവാണ്, ഒരു രക്ഷയില്ല. നമുക്ക് ഈ വളവ് കഴിഞ്ഞ് പോകണ്ട, നമുക്ക് അടുത്ത ഇതിലോട്ട് പോവാം. നമുക്ക് അടുത്ത ഡീലർഷിപ്പിലേക്ക് പോവാം. അയ്യോ, ഡീലർഷിപ്പ് കഴിഞ്ഞ? ഇല്ല, ഞാൻ വിചാരിച്ച അവിടെയാണ് ഡീലർഷിപ്പ്. ഓക്കെ, നമുക്ക് വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്യാം. ഞാൻ ഇപ്പം അരമണിക്കൂർ എങ്ങാണ്ടായി ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട്. കുറേ നേരമായി ഞാൻ റെക്കോർഡ് ചെയ്യണം, അത് വേറെ കാര്യം. ഓക്കെ, നമുക്ക് നല്ല വില ഇട്ട് കൊടുക്കാം. ആൾക്കാർ ഇങ്ങോട്ട് വാങ്ങിക്കട്ടെ, അവരെ ഇഷ്ടത്തിനല്ല വാങ്ങണം. ഇനി അവർ ഉദ്ദേശിക്കുന്ന പ്രൈസാണ് നമ്മൾ വെച്ചെങ്കിൽ അവർ അതിനേക്കാളും കുറയ്ക്കും. അതാണ് അവർ. ഓക്കെ, നമുക്ക് ഇത് തുറന്നിടാം. ഇനി ആരെങ്കിലും മഞ്ഞുണ്ടോ നോക്കട്ടെ. ഈ വണ്ടിക്ക് ചെറിയൊരു ഡാമേജ് ഉണ്ട്. സാർ വരൂ, വേഗം വരൂ. സാറേ, നമുക്ക് ഇവിടെ ഒന്ന് സംസാരിച്ചാൽ പോരെ? ഓക്കെ, ഇതാണ് വണ്ടി, എങ്ങനെയുണ്ട്? ഓക്കെ, നമുക്ക് ഇയാളുടെ അടുത്ത് സംസാരിച്ചു കൊടുക്കാം. ഇത്തിരി വണ്ടിക്ക് 40% ഡാമേജ് ഉണ്ട്. മതിയാക്ക് വണ്ടി എടുത്തോണ്ട് പോയിക്കൊള്ളാം. ബാഡ് ഡീൽ, എന്തെങ്കിലും ആവട്ടെ. എനിക്ക് കാശ് കിട്ടിയില്ല. ലെവൽ 3 ആയി. ഓക്കെ, നമുക്ക് റിപ്പയറിങ് ഷോപ്പ് കിട്ടിയൊക്കെയാണ്. ഓക്കെ, നമുക്ക് വണ്ടി വാങ്ങാൻ പോവാം അടുത്തത്. എന്താണ്, ഞാൻ ഇപ്പോൾ ഒരു ദിവസം കൊണ്ട് 3 ലെവൽ കളിച്ച്. ഫ്രീ ഫയർ പോലെയാണ്. ഫ്രീ ഫയറിലാണെങ്കിൽ ലെവൽ കൂട്ടാൻ ഇത്തിരി ടൈം എടുക്കും, അത് വേറെ കാര്യം. ഓക്കെ, ഇത് വേഗം ആവട്ടെ. എന്താണ് ടച്ചൊന്നും വർക്കാണല്ലോ ഇപ്പോൾ, അതെന്താണാവോ? ഓക്കെ നമ്മിപ്പോൾ ഇതെന്തത് ഗേറ്റ് അടച്ചിട്ടേങ്ങളാ? ഇനി പണി വാളി. ഓക്കെ, ഇത് തുറന്നു. ഇനി കാശില്ലാണ്ട് തുറക്കാൻ പറ്റും. ഓക്കെ, ഇവിടെ അത്യാവശ്യം നല്ല സൂപ്പർ കാർസ് ഒക്കെ ഉണ്ട് കേട്ടാ. ഇവിടെ ജർമ്മൻ കാർസാണ്. ഇവിടെ ഫുള്ള് സൂപ്പർ കാർസാണ്. ഇവിടെ ഒരു റോൾസ് റോയ്സ് ഉണ്ട്.
നമുക്ക് ഈ പെണ്ണിൻ്റെ അടുത്ത് സംസാരിക്കാൻ പറ്റും. 2,27,27 തോന്നുന്നു. എൻ്റെ അമ്മോ, ഇത്ര കാശൊന്നും നമ്മുടെ കയ്യിലില്ലേ? പക്ഷെ എൻ്റെ പൊന്നെ, ഇയാൾക്ക് കണ്ണുണ്ടൂടാ. നമുക്ക് ഇവിടെ ഉള്ളതൊക്കെ നല്ല വിലയുള്ള കൗസാണ്. നമുക്ക് അടുത്ത പ്രാവശ്യം നോക്കാം. നമുക്ക് ഒരെണ്ണമായിട്ട് വാങ്ങിക്കാൻ പറ്റിയിരുന്നെങ്കിൽ നമുക്ക് സൂപ്പർ കാസ് എടുക്കുക. പക്ഷേ ഈ കാശില്ലാത്തതുകൊണ്ടാണ് ഇന്നത്. നമുക്ക് ആഡ് കാണാൻ പറ്റുമോ നോക്കട്ടെ? ഇല്ല. എന്തൊട്ട് ഗെയിമാണ്? ആഡ് പോലും കാണാൻ പറ്റാത്ത ഗെയിം. ആഡ് പോലും കാണാൻ പറ്റില്ല. അപ്പം നമ്മുടെ കാശ് നഷ്ടമായി. നമുക്കിനി വഴിയൊക്കെയൊക്കെ പോവാ. അതായിരിക്കും നല്ലത്. അങ്ങ് ഇല്ലെങ്കിൽ പിന്നെ എപ്പെത്താനല്ല കാശ് പോവുക. ഈ ബസ്സൊക്കെ കയറി ഓക്കെ, നമ്മങ്ങനെ അവിടെ എത്തിയേക്കേണ്ട. ഓക്കെ, നമുക്കിവിടെ SCB ഒന്നും എടുക്കാൻ പറ്റില്ല. ഇത് സെറ്റ് കാറാണ്, സൂപ്പർ കാറാണ്. നമുക്ക് എടുക്കാൻ പറ്റില്ല. എന്താണ് നേരത്തെ തന്നെ സൂപ്പർ കാർ എടുക്കാം. ഇതിലും മറ്റേ സൂപ്പർ മാർക്കറ്റ് ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏത് സാധനങ്ങൾ വേണമെങ്കിലും എടുക്കാം. ഈ പിക്കപ്പ് ട്രക്ക് എടുക്കാനും പറ്റൂല. ഈ വണ്ടി മാത്രമേ ഉള്ളൂ സാധാ സെഡാൻ. അങ്ങനത്തെ നമുക്ക് സെഡാനും മസിൽ കാറും മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് പറ്റൂല. 3,773 ഉള്ളോ? അത് ശരി. ഓക്കെ, നമ്മളിങ്ങനെ പർച്ചേസ് ചെയ്തേക്കാണ്ടാ. നമുക്കൊരു കാര്യം ചെയ്യും, വണ്ടി എടുത്തുകൊണ്ട് പോവാ. ഗേസ്, ഞാൻ ഇവിടെ ഒന്ന് വണ്ടി ശരിയാക്കാൻ വന്നേക്കാ. ഭയങ്കര ഡാമേജ്. നമുക്കൊരു കാര്യം ചെയ്യാം, കാശ് കൊടുത്ത് വണ്ടി ശരിയാക്കാം. ഇതെന്താ ഈ വണ്ടി കാണിക്കണത്? വണ്ടി ആകാശത്ത് വെക്കണോ? ഇതെന്താണ് ഈ പെണ്ണ് കാണിക്കണത്? എൻ്റെ പൊന്നേറ്റി, ആ വണ്ടി പാവമാണ്. ആ വണ്ടീനെ കത്തിച്ച് കളയല്ലേ? എൻ്റെ പൊന്നെ, ഈ ഫോണിനാണെങ്കിൽ ഭയങ്കര സൗണ്ട്. എന്ത് ചെയ്യാനാ? വണ്ടി വേഗം വിട്. വണ്ടി വിടാനാ? വണ്ടിയിലല്ല. എൻ്റെ വണ്ടി എനിക്ക് റൂമിലെ വണ്ടി എപ്പോഴെങ്കിലും. നമുക്കൊരു കാര്യം ചെയ്യാം, വണ്ടി എടുത്തോണ്ട് പോവാ. ഓക്കെ, ഈ വണ്ടിക്ക് ഒരു ഡാമേജ് പോലും വരാൻ പാടില്ല. അതെന്തായാലും നിർബന്ധ. ഇതൊരു ട്രയൽ വേർഷനാണ് കേട്ടോ. അത് വേറെ കാര്യം. ഇടിക്കില്ലേ? ഞാനിതങ്ങോട്ടേക്ക് കൊണ്ടുപോകണം, ശ്രദ്ധ കിട്ടണ. ഓക്കെ, നമുക്ക് ഇനി അങ്ങോട്ടേക്ക് പോവാം. ഓക്കെ, ഇത് ഇന്ത്യൻ ഡ്രൈവിംഗ് 3D പോലെയല്ല കേട്ടോ. ഭയങ്കര പാടായിരുന്നത് വണ്ടി ഓടിക്കാനായിട്ട്. അത് വേറെ കാര്യം. ഓക്കെ, നമുക്ക് വണ്ടി ഇത് സെയിൽ ചെയ്യാനിടാം. കോശം ഇങ്ങോട്ട് കൂട്ടിയിട്ടോ. ഓക്കെ, നമുക്കപ്പോൾ ഇല്ലേ ഒരു കാര്യം ചെയ്യാം, ഹൈ പ്രൈസ് കൊണ്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, ആരെങ്കിലും വരുന്നുണ്ടോ? വെയിറ്റ് ചെയ്യാം, നമുക്ക് ഇന്നെങ്ങാനും വരുമോ? ഓക്കെ, നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഇവിടെ ആളൊന്നുമല്ല. നമുക്ക് ഇയാൾക്ക് എന്തായാലും വണ്ടി കൊടുക്കാം. ഇയാൾക്ക് ബ്ലൈങ്കാണ്. അപ്പം നമുക്ക് ഇയാൾക്ക് വണ്ടി കൊടുക്കാം എന്തായാലും. ഇയാള് 3,843 പറയണത്. കുഴപ്പമില്ല, പാവല്ലേ? അല്ലേ വണ്ടിയും കൊണ്ട് പോകണല്ലേ? ശരി, അത് കൊള്ളാം. ഓക്കെ, നമുക്കിനി ഒരു വണ്ടിയും കൂടി എടുക്കാൻ പോകണ്ടേ? ഞാൻ കുറെ നേരമായി തുടങ്ങിയിട്ട്. ഈ 3ാമത്തെ ലെവലും കൂടി ഒന്ന് കഴിയണമെന്നുണ്ട്. നമുക്കപ്പോൾ എവിടേക്ക് പോകും? എങ്ങോട്ടേക്കാണ് പോകേണ്ടത്? കാർ മാർക്കറ്റിലോട്ട് പോവാം. ഓക്കെ, ട്രാവലിംഗ് ടു കാർ മാർക്കറ്റ്. താങ്ക് യു ഫോർ. ഫുള്ള് വായിക്കാൻ പറ്റിയില്ല. ഓക്കെ, ഈ വണ്ടി കൊള്ളാം. SUV 6ാമത്തെ ലെവലെങ്ങാണ്ടാവണം. 6അല്ല 4. ഇവിടെ ഒന്നും കാണാനില്ല. വീണ്ടും നമുക്ക് പോകേണ്ടി വന്നു. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, നെയ്ബർഹുഡിലേക്ക് പോയാലോ? അല്ലെങ്കിൽ നമുക്ക് ഇന്ന് ലൊക്കേഷൻ ഇടാൻ പറ്റിയിരുന്നെങ്കിൽ
നമുക്കൊരു കാര്യം ചെയ്യാം, ഓടിപ്പോവാ. ഓക്കെ, നമ്മങ്ങനെ അവിടെ എത്തിക്കേണ്ട. ചേച്ചി വണ്ടിക്ക് എന്ത് വില? ഓക്കെ, ഒന്ന് വേഗം പറയൂ. ഓക്കെ, 4012 ഉള്ളൂ. അത്ര ഉള്ളൂ എൻ്റെ പൊന്നെ, അത്ര ഉള്ളൂ ഈ വണ്ടിക്ക്. ഈ വണ്ടി മൊത്തം ഡേർട്ടിയാണ്. ഇതെന്തുട്ടാ? എവരി വൺ ഈസ് ഗോൺ, ഗോ ഹോം. വീട്ടിൽ പോണം. എല്ലാവരും ഉറങ്ങിയ എൻ്റെ അമ്മോ. ഇനി ആ വണ്ടി ഞാൻ എന്ത് ചെയ്യും? ഈ വണ്ടിയുടെ ഓപ്ഷൻസ് ഇതുവരെ പോയിട്ടില്ല. ആ വണ്ടി ഞാൻ എന്ത് ചെയ്യും? ആ വണ്ടി ഒന്നും നെക്കിയിട്ട് വെക്കാനുള്ള. അപ്പോൾ ആ വണ്ടി കഥം എന്ന് പറയാം. നമുക്കൊരു കാര്യം ചെയ്യാം, വീട്ടിലോട്ട് പോവാം. ഓക്കെ, സോ ഗൈസ്, ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തോണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ബൈ.